പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് ഈ ആശയത്തെ എത്ര മനോഹരമായാണ് വിശദീകരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ്. അവന്റെ എല്ലാ കാര്യങ്ങളിലും അവന് നന്മയുണ്ട്. ഈയൊരു ഭാഗ്യം വിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല. അവന് വല്ല സന്തോഷവും വന്നാൽ അവൻ നന്ദി കാണിക്കും, അൽഹംദുലില്ല പറയും. അപ്പോൾ അത് അവന് നന്മയായി ഭവിക്കും. അവന് വല്ല പ്രയാസവും നേരിട്ടാൽ അവൻ ക്ഷമിക്കും, അതും അവന് നന്മയായി ഭവിക്കും. നോക്കൂ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നഷ്ടമെന്നൊന്നില്ല. സന്തോഷം വന്നാൽ നന്ദി പറഞ്ഞ് പ്രതിഫലം നേടുന്നു, പ്രയാസം വന്നാൽ ക്ഷമിച്ച് പ്രതിഫലം നേടുന്നു. ഈ രണ്ടവസ്ഥയിലും അവന്റെ കൂടെയുള്ളൊരു പരിചയാണ് അൽഹംദുലില്ലാ എന്ന വാക്ക്. സന്തോഷത്തിൽ അത് നന്ദിയായും ദുഃഖത്തിൽ അത് ക്ഷമയുടെ പ്രഖ്യാപനമായും മാറുന്നു. എന്റെ റബ്ബേ, ഈ അവസ്ഥയിലും ഞാൻ നിന്നോട് നന്ദിയുള്ളവനാണ്. കാരണം ഇതിലെനിക്കറിയാത്ത എന്തോ ഒരു ഖൈറ് നീ എനിക്കായി കരുതി വച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന ഏറ്റുപറച്ചിലാണ് പ്രയാസങ്ങളിൽ പറയുന്ന ഓരോ അൽഹംദുലില്ലാഹും. ഇനി നന്ദി പറയുന്നവർക്ക് അല്ലാഹു നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. അത് ഖുർആനിൽ ഏറ്റവും ശക്തമായ വാഗ്ദാനങ്ങളിലൊന്നാണ്. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിച്ചാലോ നിശ്ചയം എന്റെ ശിക്ഷ കഠിനമായിരിക്കും. ഇതൊരു ഉറപ്പാണ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നമ്മൾ എന്തിനാണോ അല്ലാഹുവിനോട് നന്ദി പറയുന്നത്, ആ കാര്യം അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും. ഇതൊന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണമേ ഉള്ളൂ എന്ന് കരുതുക. ആ പണത്തിന്റെ കുറവിനെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം അൽഹംദുലില്ലാ, ഇത്രയെങ്കിലും നീ എനിക്ക് നൽകിയല്ലോ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പറഞ്ഞു നോക്കൂ. അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണെങ്കിൽ അവൻ നിങ്ങൾക്ക് സാമ്പത്തികമായി വർധനവ് നൽകും. ഒരുപക്ഷേ പുതിയ വരുമാനമാർഗങ്ങൾ തുറന്നു തന്നുകൊണ്ടാകാം, അല്ലെങ്കിൽ ഉള്ള പണത്തിൽ ബർക്കത്ത് അനുഗ്രഹം നൽകിക്കൊണ്ടാകാം.